ബിസി 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 ബിസി. എല്ലാരും തിരക്കാണ്. ഞാൻ ഏറ്റെടുക്കാത്ത 80% കേസുകളാണ് എന്റെ വിജയം. അതൊക്കെ ഞാൻ ഏറ്റെടുത്തെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോയേനെ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എൻക്വയറീസ് വരും. എങ്ങനെയാണ് നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങളെ കോച്ചിങ് രീതി എങ്ങനെയാണ്, എനിക്ക് 5 വയസ്സുള്ള കുട്ടിയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, അങ്ങനെ നൂറുകണക്കിന് എൻക്വയറീസ് വരും. പക്ഷെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് ആർക്കും തന്നെ സമയം ഉണ്ടാവില്ല. ബിസി 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 ബിസി. എല്ലാരും തിരക്കാണ്. 20 വർഷം മുമ്പ് 24 മണിക്കൂറല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും 24 മണിക്കൂറാണ്. പക്ഷെ ആർക്കും ഒന്നിനും സമയമില്ല. സമയമൊക്കെ എവിടെയാ പോകുന്നത്? സമയമെല്ലാം നമ്മളെ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് പോകുന്നത്. അവനവന് വേണ്ടി 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം മാറ്റിവെക്കാനില്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പ്രമേഹം വരാനും പ്രമേഹം കൺട്രോൾ ചെയ്യാനും പ്രത്യേക പ്രായപരിധിയൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും പ്രമേഹം വരാം, ഏത് പ്രായത്തിലുള്ളവർക്കും പ്രമേഹം കൺട്രോൾ ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ എന്റെ ക്ലാസ്സിൽ കയറുന്നവരോടൊക്കെ ആദ്യമേ പറയും, നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം ക്ലാസ്സിൽ കയറുക. അല്ലെങ്കിൽ പിന്നെ പരാതി ആയിപ്പോ, ഫീസ് അടച്ചു, പഠിപ്പിച്ചില്ല, റിസൾട്ട് കിട്ടിയില്ല. എങ്ങനെയാണ് നമുക്ക് പരാതി പറയാൻ തോന്നുന്നത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മടി പിടിച്ച് ചെയ്യാതിരിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് നമുക്ക് പരാതി വരുന്നത്. അത് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറോടാകാം, പഠിപ്പിക്കുന്ന എഡ്യൂക്കേറ്ററോടാകാം, നമ്മളെ ചുറ്റുപാടുള്ളവരോടാകാം, എല്ലാവരോടും പരാതിയാണ്. പരാതി ഇല്ലാതെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് നമ്മൾ സ്വയം മെച്ചപ്പെടുത്താൻ നിരന്തരം ശ്രമിക്കുക.